നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമായ ഒരു കാലമുണ്ടായിരുന്നു. ഗ്രാമത്തിൻ്റെ പ്രകൃതി മാറി, മനുഷ്യർ മാറി. ആരെയോ ബോധിപ്പിക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് എൻ്റെ ഗ്രാമം. പ്രശസ്തരായ പലരും പറയാറുണ്ട്, അവരുടെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് സ്വകാര്യതയിലേക്ക് ആരാധകർ കടക്കുമ്പോഴാണ്. ഇത് സദാ ഇന്റർവ്യൂകളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടാവാം, എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ അവരോട് ഒത്തിരി ആരാധനയും ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചെന്നൊരു സെൽഫി എടുക്കാനോ ഒന്നും മുതിരാറില്ല. എന്നിരുന്നാൽ പോലും മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ആരാധിക്കുന്ന ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഇവരെ കാണുകയാണെങ്കിൽ ആ അവസരം ദൈവം തന്നതാണെന്ന് കരുതിയിട്ട് ഓടിച്ചെന്നൊരു ഹസ്തദാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയണം എന്ന് കരുതിയിരുന്ന ഒരു കാര്യം. ഒരിക്കൽ ജോലി സംബന്ധമായിട്ട് കോവിഡിന്റെ കാലത്തിന് കുറച്ച് നാൾ മുമ്പ് ജോലി സംബന്ധമായിട്ടൊരു യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ മുംബൈ വിമാനത്താവളത്തിൽ ലോഞ്ചിൽ വെച്ച് സംവിധായകൻ പ്രിയദർശൻ സാറിനെ കാണാനിടയായി. ഈ പറഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ അദ്ദേഹത്തിന് അടുത്തേക്ക് ഞാൻ നടന്നു. അടുത്തേക്ക് നടന്നപ്പോൾ ലോഞ്ചിൽ അദ്ദേഹം ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. പുസ്തകത്തിന്റെ കവർ പേജ് നോക്കി, എംടി കഥകൾ. എനിക്ക് ശല്യപ്പെടുത്താൻ തോന്നുന്നില്ല, കാരണം അദ്ദേഹം തന്നെ ഒരുപാട് ഇന്റർവ്യൂവിൽ പറയുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എംടി സാറിന്റെ ഒരു സബ്ജക്ട് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും അതിന്റെ ഒരു തുടക്കമാകണമെന്ന് അന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് ഞാൻ പിൻവാങ്ങി. ഇപ്പോൾ 2024 മനോരഥങ്ങൾ എന്ന രൂപത്തിൽ Z5 OTT പ്ലാറ്റ്ഫോമിൽ എംടി സാറിന്റെ 9 കഥകളുടെ ചലച്ചിത്രാവിഷ്കാരം പ്രിയദർശൻ സാറിന്റെ നേതൃത്വത്തിൽ നടന്നത് കണ്ടു. എംടി സാറ് നമ്മളെ വിട്ടു പോയിട്ട് 48 മണിക്കൂറുകൾ കഴിയുന്നു. കഴിഞ്ഞ 2 ദിവസമായി ചാനലുകളിൽ പലരും പ്രശസ്തരായവരും ഒക്കെ പറയുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഇദ്ദേഹം ഒട്ടും ശീലമില്ലാതിരുന്ന എന്നെ പോലൊരാളെ സ്വാധീനിച്ചതെന്നാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് മലയാളത്തിന്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. മലയാളത്തിന്റെ അന്ന് പ്രധാനപ്പെട്ട 4 പുസ്തകങ്ങളാണ് റെഫറൻസ് ആയിട്ടുണ്ടായിരുന്നത്. അഭിജ്ഞാനശാകുന്തളം, നളചരിതം, വേരുകൾ, പിന്നെ ഓളവും തീരം. ഈ ഓളവും തീരം എന്ന 4ാമതൊരു പുസ്തകമുണ്ട് എന്ന് ഞാൻ അറിയുന്നത് തന്നെ പരീക്ഷയ്ക്ക് ഒരു 4-5 ദിവസം മുമ്പ് മാത്രമാണ്. ഈ ഇതുപോലൊരു വിശ്വസാഹിത്യകാരന്റെ പുസ്തകമാണ് 4ാമത്തേത് എന്ന് MT എന്നൊക്കെ നമുക്കറിയാം. ആരാധനയുമുണ്ട് എങ്കിലും ഞാൻ പുസ്തകങ്ങളൊന്നും അദ്ദേഹത്തിന് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മലയാളത്തിലെ സാഹിത്യകാരന്മാരുടെ ഒരു കൃതികളുടെ മനസ്സിലുള്ള ഒരു ധാരണ, പണ്ട് ഞാൻ ഒരു എഴുത്തുകാരന്റെ പ്രശസ്തമായ ഒരു നോവൽ വായിക്കാൻ ശ്രമിച്ചിട്ട്, പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് വായിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എവിടെയൊക്കെയോ ഉറക്കം വരികയോ അല്ലെങ്കിൽ മടുപ്പുണ്ടാക്കുകയോ ഒക്കെ ചെയ്തു. എന്റെ വിവരമില്ലായ്മയോ കഴിവുകളോ ഉണ്ടാവാം. എനിക്ക് ആ പുസ്തകം നിർദ്ദേശിച്ച അധ്യാപകന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാർ ഇത് എനിക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്തൊരു കോംപ്ലിക്കേറ്റഡ് മലയാളമാണ് ഇത് എഴുതിയിരിക്കുന്നത്, ഒരു സാധാരണ പത്രമൊന്നും വായിക്കുന്ന പോലത്തെ ഒരു ഭാഷയല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ചിട്ട് പറഞ്ഞു, എടാ ഇത് അന്നൊക്കെ അങ്ങനെ എഴുതിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ക്രിട്ടിക്കും കൂടെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊക്കെ എഴുതിയാലൊക്കെ അന്ന് ശ്രദ്ധയിൽ പെടുകയുള്ളൂ പലരുടെയും, അതുകൊണ്ടൊക്കെയാണ് എഴുതുന്നത്, നീ MT സാറിന്റെ വായിച്ചു നോക്ക്, MT സാറിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ട് നീ ഒരിക്കലും ഇത് പറയില്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഓളവും തീരവും എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഹോസ്റ്റലിൽ വൈകിട്ട് 5 മണി കഴിഞ്ഞിട്ട് ഒരു ദിവസമാണ് ആ ബുക്ക് ഞാൻ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാനിത് വായിക്കുന്നത്. കാരണം പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് വായിക്കുന്നത്. വിഷ്വൽസ് ഒക്കെ കടഞ്ഞെടുത്തതുപോലെ ആദ്യമായി ഞാൻ വായിക്കുന്ന ഒരു തിരക്കഥ അത് തന്നെയാണ്. കൃത്യമായ മനസ്സിൽ ബാപ്പൂട്ടിയും ഇവരും എല്ലാം കടന്നുപോയി ലാസ്റ്റ് സീൻ വരെ എത്തി. ഒരു നെടുവീർപ്പോടെയാണ് എണീറ്റിട്ട് ഡിന്നർ കഴിക്കാൻ പോയത്. 2 ദിവസം കഴിഞ്ഞുള്ള എനിക്കൊരു റിവിഷൻ പോലും വേണ്ടി വന്നില്ല. 2 ദിവസം കഴിഞ്ഞുള്ള പരീക്ഷയിലും ഇതിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് എഴുതാൻ പറ്റി. അതാണ് MT സാർ. ഇത് സ്ഥിരമായി വായിക്കുന്ന ഒരാളിൽ ഉണ്ടാക്കിയൊരു സ്വാധീനമല്ല എന്നോർക്കണം. ഒട്ടും പുസ്തകം വായിച്ചിട്ടില്ലാത്ത, അല്ലെ മലയാള സാഹിത്യം വായിച്ചിട്ടില്ലാത്ത ഒരാളുണ്ടാക്കിയ സ്വാധീനമാണെന്ന് ആലോചിക്കുന്നു.
പിന്നീട് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഗുർഗാവണിൽ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ വിരസമായ സായാഹ്നങ്ങളിൽ ഒരിക്കൽ ഡൽഹിയിലേക്ക് ബസ് കയറി അവിടുത്തെ ഒരു പുസ്തകശാലയിൽ പോയി മലയാളം പുസ്തകങ്ങളുണ്ട്. ഇത് ഓർമ്മ വന്നിട്ട് MT സാറിന്റെ 1-2 ചെറിയ ബുക്കുകളാണ് വാങ്ങിച്ചത്. ഇത് വായിച്ചു തുടങ്ങുന്നതിന് മുമ്പേ എൻ്റെ നന്നായി പുസ്തകം വായിക്കുന്ന എൻ്റെ അമ്മാനുണ്ട്. അമ്മാനെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ വായിക്കുകയാണെങ്കിൽ നല്ലതാണ്, വായിച്ചോളൂ, പക്ഷെ 2-ാം മുഴുവൻ ഒന്നും മിസ് ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, വാങ്ങിച്ച 2 പുസ്തകം അവിടെ വെച്ചിട്ട് ഞാൻ പിറ്റേന്ന് പോയി 2-ാം മുഴുവനാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു പുസ്തകം വായന ലോകത്ത്. 2-ാം മുഴുവൻ വായിച്ചു തുടങ്ങിയ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ആർത്തിയോടെയാണ് ഓരോ ദിവസവും ഓഫീസ് സമയം കഴിയാൻ കാത്തിരുന്നത്. ഒരുപാട് ഈ പറഞ്ഞ പോലെ 1000കണക്കിന് പേജുള്ള ബുക്കൊന്നും അല്ലത്. എന്നിട്ട് പോലും ഇത് ഇങ്ങനെ എഴുതാൻ കഴിയുമോ, ഒരു സിനിമയൊക്കെ പുസ്തകത്തിലേക്ക് ആക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു ആ പുസ്തകം വായിച്ചപ്പോഴുണ്ടായിരുന്നത്. ഇത് അവിടെ കൊണ്ട് നിന്നില്ല. അദ്ദേഹത്തിന്റെ ഒരുവിധപ്പെട്ട അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം തന്നെ പിന്നീടുള്ള വർഷങ്ങൾ വായിച്ചു. പലതും വായിക്കാൻ വൈകിയതിൽ ലജ്ജ തോന്നി. അത്തരത്തിൽ ഒരു റീക്യാപ്പ് പോലെയായിരുന്നു ഈ മനോരഥങ്ങൾ വന്നപ്പോൾ. ഇതിനുവേണ്ടി പ്രത്യേകമായി C5ന്റെ സബ്സ്ക്രിപ്ഷൻ വരെ എടുത്തു. മനോരഥങ്ങളിലെ അവതരിപ്പിച്ചിരിക്കുന്ന കഥകളുടെ പറ്റിയൊന്നും റിവ്യൂ പറയാൻ അല്ല നമ്മൾ ഈ വേദി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവസരം ഉപയോഗിക്കുന്നത്. അതിനെ കുറിച്ച് റിവ്യൂ പറയാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഈ അരുന്ധതി റോയ് സാഹിത്യകാരിയായ അരുന്ധതി റോയ് പറഞ്ഞിട്ടുണ്ട്, എന്റെ കഥകളൊന്നും ഞാൻ ഇതുപോലെ സിനിമയാക്കാൻ കൊടുക്കില്ല. കാരണം സിനിമ സംവിധായകന്റെ ഒരു കണ്ണുകളിലൂടെ ആയിരിക്കാം അതിന്റെ ദൃശ്യാവിഷ്കാരം വരുന്നത്. പക്ഷെ കഥകൾ വായിക്കുന്ന അല്ലെങ്കിൽ നോവൽ വായിക്കുന്നവർക്ക് ഇതിന്റെ ഒരു വലിയൊരു ഡൈവേർഷൻസ്, ഓരോരുത്തർക്കും ഓരോ പെർസെപ്ഷൻസ് കിട്ടുന്നതാണ് അതിന്റെ മനോഹാരിത എന്ന് അരുന്ധതി റോയ് പറഞ്ഞു വെച്ചത്. അക്ഷരം പ്രതി ശരിവയ്ക്കുന്ന രീതിയിലാണ് മനോരഥങ്ങളുടെ ഒരു ട്രീറ്റ്മെന്റ് പോയിരിക്കുന്നത്. ഈ മനോരഥങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ഇപ്പം കഥകളിൽ വിൽപ്പന, അല്ലെങ്കിൽ ഓളം തീരും, അതല്ലെങ്കിൽ സ്വർഗം തുറക്കുന്ന സമയം, ഷെർലോക്ക്, അതിന്റെ വളരെ മനോഹരമായി തന്നെ അതിന്റെ സംവിധായകരായ ജയരാജ്, മഹേഷ് നാരായണനൊക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഓളവും തീരും, പ്രിൻസ് സാറ് നേരിട്ട് ചെയ്തിരിക്കുന്ന ഓളവും തീരും ഒക്കെ ഇത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റുള്ള എപ്പിസോഡുകൾ മോശമായി എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ തീർച്ചയായിട്ടും ഇതിന്റെയൊക്കെ സംവിധായകർക്ക് MT സാറിന്റെ കഥ, അല്ലെങ്കിൽ ഈ കഥകളൊക്കെ മലയാളികൾ ഒത്തിരി വായിച്ചിട്ടുള്ള കഥകളാണ്, നമ്മുടെ എല്ലാം ഉള്ളിൽ വല്ലാതെ തറഞ്ഞിട്ടുള്ള കഥകളാണ്. ഇതിന്റെ മുകളിലേക്ക് എത്തിക്കാൻ മറ്റ് എപ്പിസോഡുകളിലെ സംവിധായകർക്ക് കഴിഞ്ഞിട്ടില്ല. അത് അവരുടെ പരാജയമോ വിജയമോ ആണോ എന്നൊന്നും നമ്മളിവിടെ വിലയിരുത്തുന്നില്ല. പക്ഷേ ഇത്തരം കഥകളുടെ ഒരു റീക്യാപ്പ് ഉണ്ടാക്കുന്ന ഒരു അനുഭവം വളരെ വളരെ നൊസ്റ്റാൾജിക്കായിരുന്നു. ഇപ്പൊ നമ്മൾ ഇപ്പൊ ദൃഷ്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പറഞ്ഞ വാക്ക് അറം പറ്റി എന്നൊക്കെ പറയും ചില അവസരങ്ങളിൽ. ഇത് വിശ്വസിക്കുന്നവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. അടുത്തിടെ ഇത്തരത്തിൽ അവരവരുടെ ഇതുപോലെ ആത്മകഥ അല്ലെങ്കിൽ വന്ന വഴികൾ ഒക്കെ പറഞ്ഞിട്ടുള്ള സംവിധായകരായ ഡെന്നിസ് ജോസഫ് സിദ്ദിഖൊക്കെ ഈ അതാത് എപ്പിസോഡുകൾ കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കാലയവനിക്കുള്ളിൽ മറയുന്നത് നമ്മൾ കണ്ടു. ഈ മനോരഥങ്ങൾ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അത്തരത്തിലൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതെന്താണ് ഇപ്പോൾ ഒരു MT സാറിന്റെ ഒരു സബ്ജക്റ്റുകളൊരു റീക്യാപ്പ് പോലെ വരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ആ സെറ്റിൽ നല്ലൊരു വെക്കേഷൻ പോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചില പരിമിതമായ വീഡിയോകളിൽ കണ്ടപ്പോൾ സന്തോഷം തോന്നി. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ ഒക്കെ കൂടെ അദ്ദേഹം കേക്ക് മുറിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു പുഞ്ചിരി വരികയൊക്കെ ചെയ്യുന്നത് വലിയ സന്തോഷമുണ്ടാക്കിയ കാര്യമാണെങ്കിലും ഇത്തരത്തിലൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. ഈ അവസരത്തിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയ ഈ അവസരത്തിൽ ഒരു വല്ലാത്ത ശൂന്യത തന്നെയാണ്. മരണം പോലും കരഞ്ഞു പോകുന്ന മണിക്കൂറുകളാണ് ഇപ്പൊ കഴിഞ്ഞു പോയത്. വല്ലാത്തൊരു ശൂന്യത സൃഷ്ടിച്ചിരിക്കുകയാണിത്. മനോരഥങ്ങളിൽ സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറയുന്ന ഒരു എപ്പിസോഡുണ്ട്.
അത്തരത്തിലായിരുന്നു അതിൽ നെടുമുടി വേണുവിന്റെ കഥാപാത്രം. പഴയ ആൾക്കൂട്ടത്തിൽ തനിയെ സിനിമ അതിൽ ബാലങ്ക നായർ അവതരിപ്പിച്ച് പിന്നീട് ഇപ്പം ഇതിൽ നെടുമുടി വേണു അവതരിപ്പിച്ച കഥാപാത്രം തിരിച്ചു വന്നതുപോലെ അദ്ദേഹം തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ഐസിയിൽ കിടന്ന് ഓരോ നിമിഷവും മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഇനിയും വരുന്ന എഴുത്തുകാർക്ക് മാനേജർ ഓഫ് മാനേജേഴ്സ് എന്ന് പറയുന്ന വിശ്വ സാഹിത്യകാരന്മാരിലെ ചക്രവർത്തിയായ MT സാറിന്റെ കഥകൾ പ്രചോദനമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ കഥകളെല്ലാം തന്നെ ഇപ്പോഴും വളരെ പ്രസക്തമായി തന്നെ വാല്യൂ ഉള്ള കഥകളാണ്. കാരണം ഇപ്പൊ രണ്ടാം ഊഴം എടുത്താൽ ഭീമന്റെ ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഭീമന്റെ ആംഗിളിൽ നിന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ചില ഇൻസെക്യൂരിറ്റികൾ നമ്മുടെ ഓരോ മനുഷ്യർക്കും അതില്ലാത്തവരായി ആരും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ വിടവ് നമുക്ക് നികത്താൻ കഴിയില്ല. അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു പ്രണാമമായി ഈ മനോരഥങ്ങൾ വീണ്ടും കാണുക, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വീണ്ടും മനോരഥങ്ങൾ കാണണം എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് പറയാൻ ആഗ്രഹം അദ്ദേഹത്തിന്റെ അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ വീണ്ടും വായിക്കുക എന്നുള്ളതാണ്. ഇനിയും ഇറങ്ങുന്ന പബ്ലിക്കേഷൻസിൽ തലമുറകളായി അടുത്തടുത്ത തലമുറകളിലേക്കും ആ പുസ്തകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ, അതിന്റെ പ്രിന്റുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇറങ്ങാതിരുന്ന തിരക്കഥകൾ, മാണിക്യക്കല്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ടാം ഊഴം പോലുള്ള സബ്ജക്റ്റുകൾ എന്തെങ്കിലും സിനിമയാവണമെന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിനെ പോലെ വിമർശനങ്ങൾ അല്ലെങ്കിൽ തിരുത്തുകൾ അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ ആര് പറഞ്ഞാലും ഉൾക്കൊള്ളാനുള്ള മനസ്സ്. കുണ്ടൈ മോഹന്റെ സഫാരി ചാനൽ ഇന്റർവ്യൂലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, മാണിക്യക്കല്ലിന്റെ സ്ക്രിപ്റ്റിൽ അദ്ദേഹം സജഷൻ പറഞ്ഞപ്പോൾ ആരോ വേറെ തടഞ്ഞപ്പോൾ MT സാർ പറഞ്ഞില്ല പറയട്ടെ, അദ്ദേഹം പറയട്ടെ, കാരണം ഇത് ഞാൻ 10-12 വർഷം മുമ്പ് എഴുതിയ സ്ക്രിപ്റ്റാണ്, അപ്പൊ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വേണം. അത്തരത്തിലുള്ള ഒരു ഓപ്പൺ മൈൻഡിന് പലർക്കും ഇഷ്ടപ്പെടത്തില്ല, അല്ലെ പലർക്കും നീ ആരാണ് എന്നെ ഉപദേശിക്കാനെന്നുള്ള ഒരു രീതിയിലാണ് അവിടെയാണ് പല പ്രശസ്തരും വീണു പോകുന്നത്. അദ്ദേഹം ഒരിക്കലും വീഴാതിരുന്നതും അദ്ദേഹത്തിന്റെ ഓരോ കൃതികളും വലിയ എപ്പിക്സ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നതിന്റെ ഒരു വലിയ കാരണം അദ്ദേഹത്തിന്റെ ഈ തുറന്ന മനസ്സ് തന്നെയാണ്. ഈ അവസരത്തിൽ എന്നെ പുസ്തക വായനയിലേക്ക് നയിച്ച അദ്ദേഹത്തിന്റെ കൃതികളോടും അദ്ദേഹത്തിനോടും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും വരും തലമുറകൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.